ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മാങ്ങക്കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതും ചിക്കൻ കറീൻ്റെ ചെറിയൊരു ഫീലുള്ളതുമായ ഒരു കറിയാണിത്. അപ്പോൾ ഇന്നലെ മഴ പെയ്തത് കൊണ്ട് മാങ്ങയൊക്കെ വീണിട്ടുണ്ടാവും. അപ്പോൾ അത് പെറുക്കിയെടുക്കാൻ വേണ്ടി വന്നതാണ്. കൂടുതൽ ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ മാങ്ങയൊക്കെ കേടായിട്ട് വീണിട്ടുണ്ട്. നമുക്ക് നല്ലത് മാത്രം നോക്കി തിരഞ്ഞെടുക്കാം. ഏകദേശം നമ്മൾ വിചാരിച്ച അത്രയൊന്നും മാങ്ങ വീണിട്ടില്ല. ഞാനല്ലാതെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കറി വയ്ക്കാൻ മാത്രം ഉള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി നമുക്ക്. ഇനി ഇതെല്ലാം ഞാൻ നന്നാക്കി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോലൊക്കെ ചെത്തിയിട്ട് ഇത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. നല്ല പഴുത്തതാട്ടോ, നല്ല മധുരമാണ് ഈ മാങ്ങയ്ക്ക്. അങ്ങനെ തോലൊക്കെ ചെത്തി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇത് ജ്യൂസ് അടിച്ചാലുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. അത് ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂണ് പെരിഞ്ജീരകം, 2 അല്ലി വെളുത്തുള്ളി, ഒരു 5 ചുള ചുവന്നുള്ളി, ഒരു പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു ടൊമാറ്റോ നടു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് 1 സ്പൂണ് മുളക് പൊടി, വലിയൊരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. കൂടെ കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണം. നമുക്ക് ഈ ചീൻചട്ടി കഴുകിയിട്ട് ഈ വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം നന്നാക്കി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കുകയാണ്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത മാങ്ങ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ 2 പച്ചമുളക് നടു കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ഗ്രേവി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മാങ്ങ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ ഒരു 1/2 സ്പൂണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലും മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് മല്ലിച്ചപ്പില്ല. അങ്ങനെ കറിയെല്ലാം ഇറക്കി വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചീൻചട്ടിയിലേക്ക് ഇതാ 1 സ്പൂണ് വെളിച്ചെണ്ണ, 1/2 സ്പൂണ് കടുക്, 2 വറ്റൽമുളക് നടു കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയും വളരെ തിക്നെസ്സായ നമ്മുടെ മാങ്ങാൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനിത്. അപ്പോൾ ഇതിലേക്ക് കോമ്പിനേഷന് വെള്ളപ്പം, നൈസ് പത്തിരി ആൻഡ് ദോശയാണ്. ഇപ്പോൾ ഞാൻ ദോശയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ചുകൂടി കഴിച്ചോട്ടെ കേട്ടോ. സംഭവം സൂപ്പറാണ് കേട്ടോ. മാങ്ങാൻ്റെ ഒരു മധുരവും ചിക്കൻ കറീൻ്റെ ഒരു ഫീലും സംഭവം സൂപ്പർ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.